നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർക്കെതിരെ മൊഴി നൽകിയ ഒരു ഇരയുണ്ട്. മുകേഷിനെതിരെ ഇപ്പോൾ ഒടുവിൽ ബാലചന്ദ്ര മേനോനൊക്കെ എതിരെയാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നിരവധി MLA മാർക്കെതിരെയും ഒക്കെ തന്നെ അവർ വൈകാതെ തന്നെ കുറെ പെൺകുട്ടികളുമായിട്ടൊക്കെ വന്ന് മൊഴി നൽകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കെതിരെ ഇന്നലെ അവരുടെ ഒരു ബന്ധു തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. 16 വയസ്സുള്ള സമയത്ത്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ കൊണ്ടുപോയി സിനിമാക്കാർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ബന്ധു രംഗത്ത് വന്നത്. അപ്പൊ ഈ ബന്ധുവിനെതിരെ ഈ ഇരയായിട്ടുള്ള സ്ത്രീ എന്താണ്, അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പെൺകുട്ടി ആരാണെന്നുള്ളതും അതുകൂടാതെ തന്നെ ആ പെൺകുട്ടിക്ക് അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ലൈവും അവർ പോയിട്ടുണ്ട്. ആ ലൈവ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല. കാരണം ഇത് ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ 50ഓളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ 14 എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി 4 MLA-മാർ 2 മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പം അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ്. ആരും വിശ്വസിക്കുന്നത്. കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്ര മേനോനെതിരെ അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട്. പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയാണ് മറ്റേ UK ഒരു സ്പോൺസർ. അപ്പോൾ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ. അപ്പം ഇവരെല്ലാവരും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല, ഇതിൽ യാതൊരു സത്യവുമില്ല. ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും, ഈ കുട്ടി ആരാണെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജത്തിയുടെ മോള് തന്നെയാണ്. ഭയങ്കര പ്രശ്നക്കാരിയാണ്. ഒറ്റയാളെ പോലും വിടാതെ എല്ലാവരെയും ചേച്ചി പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എതിരെ പരാതി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ MLA-മാര് സൂക്ഷിച്ചോ, MLA-മാർക്കെതിരെയും ചേച്ചി പരാതിയുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ ചേച്ചി? എന്തോരം ആൾക്കാരാണ്, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പണ്ട് നമ്മുടെ സരിത ഇറങ്ങിയതുപോലെ ചേച്ചിയും ഇപ്പം ശുദ്ധികലശം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. പിന്നെ 2 പേര് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇന്നലെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യവും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ പറയുന്ന കാര്യവും വിശ്വസിക്കുന്നില്ല. എനിക്കൊന്ന് ആദ്യം നുണപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയെ ആയിരിക്കണം. കാരണം ഇത്രയും പേരുടെ പേര് പറയുന്നത് കൊണ്ട് തന്നെ ആദ്യം നുണപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ഇവരെയാണ്. പിന്നെ മറ്റേ കൊച്ചു പറഞ്ഞത് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. ആ കേസും അന്വേഷിക്കട്ടെ. ഇവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തെ ഒന്നാകെ അങ്ങ് പിടിച്ചു കുലുക്കി മൊത്തത്തിൽ ശുദ്ധികലശം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ചേച്ചി ഇറങ്ങി തിരിച്ചേക്കുന്നത്. ബാലചന്ദ്ര മേനോന്റെ പേര് വന്നു, പിന്നെ ജാഫർ ഇടുക്കിയുടെ പേര് വന്നു. ഇനിയിപ്പോ ആരുടെയൊക്കെ പേരാണോ പുറത്തു വരാൻ വേണ്ടി പോകുന്നത്, ഇനിയിപ്പോ എത്ര MLA-മാരുടെ പേരാണോ പുറത്തു വരാൻ വേണ്ടി പോകുന്നത്, എല്ലാവരുടെയും ഉറക്കം കെടുത്തിയ ഒരു സംഭവമായി പോയി. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എങ്ങനെയാണ് MLA-മാര് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തുടങ്ങി ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ഇൻസിഡന്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങനെയും വിവാദം ഉണ്ടാക്കണം, എങ്ങനെയും പേരും പ്രശസ്തിയും നേടണം എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുവാണെന്ന് തോന്നുന്നു ചേച്ചി. ഏതായാലും ചേച്ചി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ, ചേച്ചിക്ക് നീതി കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു.